സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴവും മുൻ സർക്കാരിന്റെ കാലത്ത് ധനവിയോഗത്തിൽ വന്ന വീഴ്ചയും എണ്ണിപ്പറഞ്ഞ് CAG റിപ്പോർട്ട്. 2024-25 വർഷത്തെ CAG റിപ്പോർട്ടാണ് നിയമസഭയിൽ വെച്ചത്. ഓഫ് ബജറ്റ് കടമെടുപ്പ് വലിയ ബാധ്യതയെന്ന് CAG റിപ്പോർട്ടിൽ പറയുന്നു. തീർപ്പാക്കാത്ത ബാധ്യത മാത്രം 3511 കോടിയാണ്. ദുരിതാശ്വാസ നിധിയിൽ നിന്നും 262 കോടി സഞ്ചിത നിധിയിലേക്ക് ക്രമരഹിതമായി മാറ്റിയെന്നും ധനമാനേജ്മെന്റിലും പാളിച്ച ഉണ്ടെന്നും CAG കണ്ടെത്തി. സംസ്ഥാനത്ത് കിഫ്ബിയും പെൻഷൻ കമ്പനിയും വൻ ബാധ്യതയെന്ന് വ്യക്തമാക്കുന്നതാണ് CAG റിപ്പോർട്ട്. ഓഫ് ബജറ്റ് കടമെടുപ്പ് വലിയ ബാധ്യതയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് CAG റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഓഫ് ബജറ്റ് കടബാധ്യത 39,230 കോടി രൂപയാണ്. സംസ്ഥാനത്ത് കടമെടുപ്പ് തുടരുകയാണെന്നും തീർപ്പാക്കാത്ത ബാധ്യത മാത്രം 3511 കോടിയുണ്ടെന്നുമാണ് CAG വിശദമാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലും വകമാറ്റലുണ്ടായി. ദുരിതാശ്വാസ നിധിയിൽ നിന്നും 262.06 കോടി സഞ്ചിത നിധിയിലേക്ക് ക്രമരഹിതമായി മാറ്റി. റവന്യൂ കമ്മിയും ധനക്കമ്മിയും കുറച്ചു കാണിക്കാനായിരുന്നു ഈ നടപടിയെന്നാണ് CAG റിപ്പോർട്ട് വിശദമാക്കുന്നത്. മുൻ സർക്കാരിന് ധനമാനേജ്മെന്റിലും പാളിച്ചയുണ്ടായെന്ന് വ്യക്തമാക്കുന്നതാണ് റിപ്പോർട്ട്. 2024-25 വർഷത്തെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടാണ് സഭയിൽ അവതരിപ്പിച്ചത്. ആഭ്യന്തര ഉൽപാദനം 9.30% നിന്നും 9.97 ആയി. റവന്യൂ വരവിൽ 0.30% മാത്രം വളർച്ചയാണ് ഉണ്ടായത്. കേന്ദ്ര സഹായത്തിൽ 42% കുറവുണ്ടായി. ചെലവിൽ 8.97% കൂടുതലുണ്ടായി. റവന്യൂ ചെലവിന്റെ 64.40% വരവിന്റെ 80% ശമ്പളമടക്കമുള്ള ആനുകൂല്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്നും റിപ്പോർട്ട് വിശദമാക്കുന്നു. സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ യഥാർത്ഥ ചിത്രമാണ് നിയമസഭയിൽ സമർപ്പിച്ച CAG റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത്. കിഫ്ബിയും പെൻഷൻ കമ്പനിയും വർത്തിവെച്ച വൻ ബാധ്യതകളും ഓഫ് ബജറ്റ് കടമെടുപ്പുകളും കേരളത്തെ വലിയൊരു കടക്കണിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. കണക്കുകളിൽ റവന്യൂ കമ്മി കുറച്ചു കാണിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കോടികൾ വകമാറ്റിയെന്ന കണ്ടെത്തൽ മുൻ സർക്കാരിന്റെ ധനമാനേജ്മെന്റിലെ വൻ പാളിച്ചകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കേന്ദ്ര സഹായത്തിൽ കുറവുണ്ടായെന്ന് വാദിക്കുമ്പോഴും സംസ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ സിംഹഭാഗവും ശമ്പളത്തിനും ആനുകൂല്യങ്ങൾക്കുമായി മാത്രമാണ് ചെലവഴിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ വലിയ രാഷ്ട്രീയ ആയുധമായും വിവാദമായും ഈ CAG റിപ്പോർട്ട് മാറുമെന്ന് ഉറപ്പാണ്. എന്തായാലും സംസ്ഥാനത്തിന്റെ ധനവിനിയോഗം അത് എത്രത്തോളം അബദ്ധമായിരുന്നു തെളിയിക്കുന്നതാണ് CAG റിപ്പോർട്ട്. വിഷയവുമായി ബന്ധപ്പെട്ട് അന്നത്തെ പ്രതിപക്ഷവും ഇന്നത്തെ ഭരണപക്ഷവുമായി UDF വലിയ പ്രതിഷേധം ഉയർത്തുമെന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും പിണറായി വിജയൻ സർക്കാർ അമ്പയെ പരാജയമായിരുന്നെന്നും കേരളത്തെ കടബാധ്യതയുടെ വലിയൊരു തീരത്തേക്കാണ് കൊണ്ടുചെന്ന് കപ്പിത്താൻ കപ്പലുമായി ചെന്ന് അടുത്തതെന്നുമാണ് മനസ്സിലാക്കേണ്ടത്. അതിനൊപ്പം തന്നെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഇത്രമേൽ വലിയൊരു തുക വകമാറ്റി ചെലവഴിച്ചു എന്നുള്ള വാർത്തയും അത് വിശ്വസിക്കാൻ സാധിക്കാത്ത ഒന്നാണ്. എന്തായാലും കടബാധ്യതകൾ വർദ്ധിക്കുന്നു. അടവുകൾ മാത്രമായി വലിയൊരു തുകയുണ്ട്. പലിശ ഇനത്തിൽ വലിയ തുകകൾ അടയ്ക്കേണ്ടതുണ്ട്. ധനവിനിയോഗം എല്ലാ സീമകളും ലംഘിച്ച് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്.